ആൾട്ടർ ഓഫ് ഇൻസെൻസ്, ധൂപപീഠം. പുറപ്പാടിന് 30, വെളിപ്പാടിൻ്റെ 5-ന്റെ 7-8 വാക്യങ്ങൾ എടുക്കുന്നത്. ആൾട്ടർ ഓഫ് ഇൻസെൻസ് അല്ലെങ്കിൽ ധൂപപീഠം. സമാഗമന കൂടാരത്തെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ പ്രാകാരം, വിശുദ്ധം, അതിവിശുദ്ധം, ഇങ്ങനെ 3 സ്ഥലങ്ങളുണ്ട്. അത് മനുഷ്യൻ്റെ ശരീരത്തിനെ അങ്ങനെ തന്നെ കാണാം, ദേഹം, ദേഹി, ആത്മാവ്. നമ്മൾ ഈ മെയിൻ ലൈൻ ചർച്ചുകൾ, പ്രത്യേകിച്ച് ഓർത്തഡോക്സ്, ജേക്കബൈറ്റ്സ് ഒക്കെ ചർച്ചുകളിൽ ഈ സമാഗമന കൂടാരത്തിൻ്റെ രൂപത്തിലാണ് അവിടെ പണിത് വെച്ചിരിക്കുന്നത്. അത് ഒരു കണക്കിൽ പഴയ നിയമത്തിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഒത്തിരി നല്ലതാണ്. നമ്മൾ ചിന്തിച്ച് നോക്കുമ്പോൾ ആക്ച്വലി ഈ പഴയ നിയമത്തിൽ വിശ്വസിക്കാത്ത ചിലരുണ്ട് കേട്ടോ. ദറ്റ് ഈസ് ഓൾ ശരിയോ തെറ്റോന്ന് ഞാൻ വിധിക്കാതെ കർത്താവ് പറയുന്നത് പഴയ നിയമവും പുതിയ നിയമവും, പഴയ നിയമം കളയാനല്ല ഞാൻ വന്നത്, പഴയ നിയമം ഉറപ്പിക്കാനാണ് ഞാൻ വന്നത്. കർത്താവ് പഴയ നിയമവും പുതിയ നിയമത്തിൽ നിന്ന് എടുത്ത് ഒരു ഗ്രഹനാഥകൻ, ശാസ്ത്രി എന്നാണ് പറയുന്നത്, എടുത്ത് വിളമ്പി കൊടുക്കാൻ എന്ന് പറയുന്നത്. അപ്പോൾ പഴയ നിയമം പുതിയ നിയമം, പഴയ നിയമത്തിനെ മാച്ച് ചെയ്ത്, പഴയ നിയമം നിഴല്, പുതിയ നിയമം അതിൻ്റെ സബ്സ്റ്റൻസ്, അതിൻ്റെ പൊരുളും നിഴലും പൊരുളുമായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ മത്തായിയുടെ സുവിശേഷം 5-7 പറയുന്നുണ്ട്, ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കേണ്ടതിന് വന്നു എന്ന് നിരൂപിക്കരുത്, നീക്കുവാനല്ല നിവർത്തിപ്പാനത്രേ ഞാൻ വന്നത്. സത്യമായിട്ട് ഞാൻ പറയുന്നു, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും വരെ സകലതും നിവൃത്തിയാകുമ്പോളം ന്യായപ്രമാണത്തിൽ നിന്ന് ഒരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും ഒരു നാളും ഒഴിഞ്ഞ് പോകുന്നില്ല. അപ്പം ന്യായപ്രമാണം, പഴയ നിയമം വേണ്ട എന്ന് പറയുന്നവരുടെ മുമ്പിൽ മത്തായിയുടെ സുവിശേഷം 5-17 വാക്യം തൊട്ട് 17-18 എടുത്ത് വായിച്ച് നോക്കണം. കർത്താവ് പറയുന്നത് ഒരു ശാസ്ത്രിയെ പോലെയാണ്. ദൈവവചനം അറിയുന്നവൻ, നിയമം പഠിച്ച ഒരു ശാസ്ത്രി പുതിയതിൽ നിന്നും പഴയതിൽ നിന്നും എടുത്തു കൊടുക്കാൻ തക്കവണ്ണം അവകാശം തന്നിരിക്കുകയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നത് നമ്മൾ ധൂപപീഠം ഉണ്ടാക്കണം. ഈ ധൂപപീഠം പഴയ നിയമത്തിൽ എവിടെയാണ് വെച്ചിരിക്കുന്നതെന്ന് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ആ ഭാഗം ഞാൻ വായിക്കാൻ പോവാണ്. ഇതൊക്കെ ഓരോ സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ധൂപപീഠം അല്ലെങ്കിൽ ആൾട്ടർ ഓഫ് ഇൻസെൻസ് സിംബലൈസസ് ദ പ്രേയേഴ്സ് ഓഫ് ദ സെയിൻസ്. വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയായിട്ടാണ് ഈ ധൂപപീഠത്തെ നമ്മളിപ്പോൾ കാണേണ്ടത്. അത് വെളിപ്പാടിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ പഴയ നിയമകാലത്ത് അതിവിശുദ്ധ സ്ഥലത്തിനും വിശുദ്ധ സ്ഥലത്തിനും ഇടയ്ക്ക് ഒരു കേർട്ടൻ ഉണ്ടായിരുന്നു. ആ കേർട്ടൻ്റെ തൊട്ടു മുമ്പിലാണ് ഈ ധൂപപീഠം വെച്ചിട്ട് എപ്പോഴും ഇൻസെൻസ്, അതിനകത്ത് നല്ല മണമുള്ള സുഗന്ധ വർഗം അതിനകത്ത് ഇട്ടിട്ട് എപ്പോഴും അത് മണം ഉണ്ടായിരിക്കണം. ഇൻസെൻസ് അവിടെ കത്തിച്ചുകൊണ്ടിരിക്കണം. അത് മഹാപുരോഹിതൻ്റെ ജോലിയാണ്, അഹറോൻ്റെ. അത് വെച്ച് നമുക്കിന്ന് വായിച്ച് നോക്കാം. 30 ഇങ്ങനെയാണ് ഈ വാക്യം: ധൂപം കാട്ടുമ്പോൾ ഒരു ധൂപപീഠവും ഉണ്ടാക്കണം, ഖദിരമരം കൊണ്ട് അത് ഉണ്ടാക്കണം. അത് 1 മുഴം നീളവും 1 മുഴം വീതിയും സമചതുരം, എന്നാൽ 2 മുഴം പൊക്കം. അപ്പോൾ ഒരു ചെറിയ ഒരു പീഠത്തെ നമ്മൾ 1 അടി നീളം, 1.5 അടി വീതി നീളം, പിന്നെ 2 അടി പൊക്കമുള്ള ഒരു പീഠമായിട്ട് കാണുകയാണെങ്കിൽ അതിന് ചുറ്റും സ്വർണം കൊണ്ട് പൊതിഞ്ഞിരിക്കണം. നല്ല കട്ടിയുള്ള സ്വർണം കൊണ്ട് അത് മുഴുവൻ, ഈ ഖദിരമരം കൊണ്ടുണ്ടാക്കിയതിനെ സ്വർണം കൊണ്ട് അല്ലെങ്കിൽ തങ്കം കൊണ്ട് മനോഹരമായിട്ട് പൊതിഞ്ഞിരിക്കണമെന്ന് വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നു. അതിൻ്റെ കൊമ്പുകൾ അതിൽ നിന്ന് തന്നെ ഉണ്ടാകണം. അതിൻ്റെ മേൽപ്പലകയും ചുറ്റും അതിൻ്റെ പാർശ്വങ്ങളും കൊമ്പുകളും മുഴുവനും തങ്കം കൊണ്ട് പൊതിയണം. സ്വർണ്ണമല്ല, തങ്കം കൊണ്ട് പൊതിയണം. അപ്പം വിശുദ്ധമായിട്ടുള്ള സ്വർണത്തിനാണ് നമ്മൾ തങ്കമെന്ന് പറയുന്നത്, പ്യുവറർ ദാൻ റിയൽ ഗോൾഡ്. അപ്പോൾ ഈ പ്യുവറസ്റ്റ് ഓഫ് ഗോൾഡിനെ ആ തങ്കമെന്ന് പറയുന്നെങ്കിൽ അതുകൊണ്ട് ഇത് പൊതിഞ്ഞ് വെച്ചിട്ട് പിന്നെ 4 കൊമ്പ് പോലെ 4 പീഠങ്ങളിൻ്റെ സൈഡുണ്ട്, ഇതിൻ്റെ സൈഡിലുണ്ട്. ഇതിനകത്ത് ഇൻസെൻസ് ബേണർ വെച്ചിട്ട് ഇൻസെൻസ് കത്തി അല്ലെങ്കിൽ പിന്നെ സുഗന്ധവർഗം ഇട്ടിട്ട്, സുഗന്ധവർഗത്തിൻ്റെ പൊടി ഇട്ടിട്ട് കത്തിക്കുകയാണ് പഴയ നിയമത്തിൽ നമ്മൾ ചെയ്തുകൊണ്ടേയിരുന്നത്. അത് ചെയ്യാതിരിക്കാനൊക്കത്തില്ല, ചെയ്തേ ഒക്കത്തുള്ളൂ. സാക്ഷ്യപെട്ടകത്തിൻ്റെ മുമ്പിലും ഞാൻ നിനക്ക് വെളിപ്പെടുവാനുള്ള ഇടയായി, അതായത് സാക്ഷ്യത്തിന് മീതെയുള്ള കൃപാസനത്തിന് മുൻപിലും ഇരിക്കുന്ന തിരശീലയ്ക്ക് മുമ്പാകെ, ഞാൻ പറഞ്ഞല്ലോ അതിവിശുദ്ധവും വിശുദ്ധ സ്ഥലത്തിൻ്റെയും ഇടയ്ക്കുള്ള ഒരു കേർട്ടൻ അല്ലെങ്കിൽ തിരശീലയുണ്ട്. അതിന് മുൻപിലായിട്ടാണ് ഈ ധൂപവർഗം വെച്ചിരിക്കുന്ന ഈ പാത്രം വെച്ചിരിക്കേണ്ടത്, ഇപ്പം ഈ ധൂപപീഠം വെക്കേണ്ടത്. ഇതിനകത്ത് എന്നും
നല്ലതായിട്ട് നമ്മൾ പള്ളികളിൽ ചെല്ലുമ്പോൾ നമ്മൾ ഈ കുന്തിരിക്കം കത്തിക്കുന്നതൊക്കെ കാണുന്ന ആ സ്ഥലത്തൊരു മനോഹരമായ ഒരു മണം ഉണ്ടാക്കുകയാണ്. അതിനൊക്കെ പ്രസക്തിയുണ്ട്. പുതിയ നിയമത്തിൽ ആവശ്യമില്ല എന്ന് പറയുന്നെങ്കിൽ ആവശ്യമില്ല എന്ന് വിശ്വസിക്കുന്നവർ ആവശ്യമില്ലായിരുന്നു. പക്ഷെ അതിന് ചെയ്യുന്നവർക്ക് അതിൻ്റെ പ്രയോജനമുണ്ട്, ഇല്ലെന്ന് പറയാനൊക്കത്തില്ല. ബിക്കോസ് ഇറ്റ് ഈസ് ഓണറിങ് ഗോഡ്. അഹറോൻ അതിന്മേൽ സുഗന്ധ ധൂപം കാട്ടണം. അവൻ ദിനം പ്രതി കാലത്ത് ദീപം തുടയ്ക്കുമ്പോൾ അങ്ങനെ ധൂപം കാട്ടണം. അഹറോൻ വൈകുന്നേരം ദീപം കൊളുത്തുമ്പോഴും അങ്ങനെ സുഗന്ധ ധൂപം കാട്ടണം. അത് തലമുറയെ യഹോവയുടെ മുമ്പാകെ നിരന്തര ധൂപം ആയിരിക്കണം. അതാണ് കർത്താവിന് നിർബന്ധം. ഒട്ടും ഒരിക്കലും അതിന് ഇടയില്ലാതെ, അതായത് നമ്മളത് ഒരിക്കലും നിർത്തരുത്. ദൈവസന്നിധിയിൽ എപ്പോഴും ചെല്ലണം. അത് നമ്മൾ യെശയ്യാ 6-ാം അധ്യായത്തിൻ്റെ ഒരു സിമിലാരിറ്റി നമുക്ക് ഇവിടെ കാണുന്നുണ്ട്. ദൈവത്തിൻ്റെ സന്നിധിയിൽ അവിടുന്ന് സറാഫുകളും കേറുബുകളും ചുറ്റും അതിപരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് സദാസമയം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അവർക്ക് റെസ്റ്റില്ല. ദെയർ ജോബ് ഈസ് ഡൂയിങ് ദാറ്റ്. നമ്മളെ വേണേൽ അങ്ങനെ ഉണ്ടാക്കി വെക്കാമായിരുന്നു. റോബോട്ട് പോലെയും ദൈവത്തിന് ഉണ്ടാക്കാം. നമുക്ക് സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ തെറ്റിക്കുന്നു ശരിയായിട്ടുണ്ട്. ദൈവം പറയുന്നുണ്ട്, നിങ്ങൾ അതിന്മേൽ അന്യധൂപമോ ഹോമയാഗമോ ഭോജനഭോഗയാഗമോ അർപ്പിക്കരുത്. അതിന്മേൽ പാനീയാഗം ഒഴിക്കരുത്. സംവത്സരത്തിൽ ഒരിക്കൽ അഹ്റോൻ അതിൻ്റെ അടുക്കൽ ചെന്ന് പ്രായശ്ചിത്തമായിട്ട് വർഷത്തിലൊരിക്കൽ രക്തം കൊണ്ടത് ശുദ്ധീകരിക്കണം. ഇതാണ് പറയുന്നത്. എന്നാൽ വെളിപ്പാടിൽ അത് പഴയ നിയമത്തിൽ അത് ചെയ്തു തരിക. അതാ ധൂപം കത്തിക്കുന്ന എന്തിനാന്ന് ചിലർ എന്നോട് ചോദിക്കുമ്പോൾ എനിക്കൊരു അനുഭവം ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ചെയ്തത്. കഴിഞ്ഞ ദിവസം ഞാൻ വചനം എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് വചനം വീടിനകത്ത് മുഴുവൻ എനിക്ക് ഐ ഫീൽ സംതിങ് ഈസ് നോട്ട് റൈറ്റ്. എനിക്ക് ഛർദ്ദിക്കാൻ തോന്നിക്കുന്നു. ഐ ഡോണ്ട് ഫീൽ ലൈക്ക്. അപ്പം ഞാൻ പറഞ്ഞു, എന്താ ഇവിടെ ഈ വീട്ടിനകത്ത് കറക്റ്റ് അല്ല. ഞാൻ പറഞ്ഞു, ഇന്ന് ഞാനിവിടെ ദൈവത്തിൻ്റെ ധൂപം കത്തിച്ചിട്ടേ ഉള്ളെന്ന് പറഞ്ഞു. എനിക്ക് ചിരട്ടയൊന്നും കത്തിച്ച് പരിചയമില്ല. കാരണം നമ്മളിപ്പം മിക്ക വീടുകളിൽ ഇതിനുള്ള കരി എൻ്റെ ഞാൻ എന്തെടുക്കും, 2 ചിരട്ട എടുത്തിട്ട് കത്തിക്കാൻ നോക്കിയിട്ട് കത്തുന്നില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി സ്റ്റബേൺ സ്പിരിറ്റ് ഇവിടെ നിൽക്കുകയാണ്. ഇത് ഞാൻ കത്തിച്ചിട്ടേ ഉള്ളെന്ന് പറഞ്ഞ് ഞാനും വാശി. അങ്ങനെ ഞാൻ മണ്ണെണ്ണയൊക്കെ ഒഴിച്ച് കത്തിച്ചിട്ട് ഞാൻ കുറേ കുന്തിരിക്കം അവിടെ ഇരുന്ന് എല്ലാം എടുത്തിട്ട് ഞാൻ വീടിന് ചുറ്റും അത് കൊണ്ട് നടന്നിട്ട് വീടിനകവും പുറവും എല്ലാം എനിക്ക് ആത്മാവുകൊണ്ട് ഞാൻ ശുദ്ധീകരിക്കുക. ദുഷ്ടൻ ഇവിടെ വന്ന ഇത് തീക്കകത്തിടുന്ന പോലെ തീക്കിടും. ഞാനത് എൻ്റെ ആത്മാവ് തോന്നിച്ച് ഞാൻ അങ്ങോട്ട് ചെയ്തു കൊടുത്തു. എനിക്കത് കഴിഞ്ഞപ്പം എന്തോ വീടിനകം ശുദ്ധമായ ഒരു അനുഭവം എനിക്ക് തോന്നിച്ചു. ഇതൊക്കെ നമ്മളോട് ആത്മാവ് പറയുന്ന. കാരണം പഴയ നിയമത്തിലുള്ളവരിപ്പം പുതിയ നിയമക്കാർ പലരും ചെയ്യുന്നില്ല. പക്ഷേ എൻ്റെ ആത്മാവ് പറഞ്ഞ് വീട് ശുദ്ധിയാക്കിയെന്ന്. ഞാൻ വീട് ശുദ്ധിയാക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ കർത്താവ് പറയുന്നത് പോലെ, കർത്താവിൻ്റെ ഒരു ശിക്ഷയെ പോലെ ഞാൻ അതിലെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ അതെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഐ ഫെൽ വെരി ഹാപ്പി. ഇതെന്തിനാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അത് ഓരോ വ്യക്തിക്കും ഓരോ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ ദൈവാത്മാവ് പറയും. അനുസരണം മാത്രം. ഇതെല്ലാവരും ചെയ്യണമെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ടച്ച് ചെയ്യുന്നില്ല, നിങ്ങൾ ഒരിക്കലും ചെയ്യണ്ട. അതല്ല നിങ്ങൾക്കിത് ചെയ്യാൻ മടിയാണ്, നിങ്ങൾക്ക് പുരോഹിതന്മാരുണ്ട്, അവരെ വിളിച്ച് ചെയ്യിപ്പിക്കാം. അതല്ല പാസ്റ്റേഴ്സ് ആണെങ്കിൽ അവരെ കൊണ്ട്. ആരാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ശുശ്രൂഷ ചെയ്യേണ്ട വിധത്തിൽ അവിടെ ശുദ്ധീകരിക്കാം. പക്ഷെ ദിസ് ഈസ് വാട്ട് ഐ ഡിഡ് ഇറ്റ്. ഇത് നമ്മളോട് ആത്മാവ് പറഞ്ഞത്. അപ്പോൾ ഇതിനകത്ത് മർമ്മം എന്താണെന്ന് ചോദിച്ചാൽ പുറപ്പാടിൻ്റെ അകത്ത് എഴുതി വെച്ചിരിക്കുന്നത് വെളിപ്പാട് 7-5-ാം അധ്യായമായപ്പം 7 വന്നിട്ട് ഇങ്ങനെ പറയുകയാണ്, അവൻ വന്ന് സിംഹാസനത്തിൽ ഇരിക്കുന്നതിൻ്റെ വലം കയ്യിൽ നിന്ന് പുസ്തകം വാങ്ങി. ക്രിസ്തുവാണ്. വാങ്ങിയപ്പോൾ 4 ജീവികളും 24 മൂപ്പന്മാരും ഓരോരുത്തരും വീണയും വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ധൂപവർഗം നിറഞ്ഞ പൊൻകലശവും പിടിച്ചുകൊണ്ട് കുഞ്ഞാടിൻ്റെ മുമ്പാകെ വീണു. അപ്പോൾ പുസ്തകം ആര് തുറക്കും, പുസ്തകം ആര് വായിക്കുമെന്ന് പറഞ്ഞ് ഞാൻ കരയുന്ന ഭാഗം വെളിപ്പാടിൽ കാണുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്വർഗത്തിൽ അവനൊരു അത് പൊൻകലശം. ഇവിടെ എല്ലാം പൊന്നുകൊണ്ട് പൊതിഞ്ഞതാണ് പഴയ നിയമത്തിൽ നമ്മൾ കണ്ടത്. ഖദീരമരം കൊണ്ടുണ്ടാക്കിയ ധൂപപീഠം തങ്കം കൊണ്ട് പൊതിഞ്ഞത്. ഇവിടെ പൊൻകലശം സ്വർഗത്തിൽ കാണുന്നത്. അവിടേക്കാണ് നമ്മുടെ പ്രാർത്ഥന ചെല്ലുന്നത്. അതെങ്ങനെ പ്രാർത്ഥിക്കുന്നു എന്ന് അവനവനെ അറിയത്തുള്ളൂ. മനസ്സ് നീറുമ്പോൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് ആത്മാവ് പറഞ്ഞു തരും. ചിലപ്പോൾ ഒരിക്കലും നമുക്ക് സഹായിക്കാനില്ലെന്നിരിക്കും. ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ ഒരു ഫ്രണ്ട് അവർ ഷിപ്പിൽ യാത്ര ചെയ്തപ്പോൾ ഷിപ്പിൽ വെച്ച് സുവിശേഷം പറഞ്ഞു. അതൊരു സാധാരണ ഡോക്ടറാണ്. അത് വചനം കേട്ട് രക്ഷിക്കപ്പെട്ട ആ വ്യക്തിക്ക് നിർബന്ധം എനിക്ക് സ്നാനം എടുക്കണം. അവരാ ഷിപ്പിൽ സ്നാനം കൊടുത്തു. തെറ്റോ ശരി ആര് വിധിക്കും?
ഞാൻ പറയുന്നത്, കർത്താവ് ഓരോ സാഹചര്യത്തിലും നമ്മൾ അല്ലാത്ത സമയത്ത് ചെയ്യുന്നത് പോലെ നിങ്ങൾ ചെയ്യുക. പക്ഷെ ചില സാഹചര്യങ്ങളിൽ ആത്മാവ് നമ്മളെ ആക്കി നമ്മൾ ഒറ്റയാണെന്നും പറഞ്ഞ് നമ്മൾ മാറി നിൽക്കാതെ പരിശുദ്ധാത്മാവിൻ്റെ നിയോഗപ്രകാരം മുൻപോട്ട് ജീവിച്ചാൽ അനേക മക്കളെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. ഞാൻ മൂലം അല്ലെ നിങ്ങൾ മൂലം എത്ര പേര് വെളിച്ചത്തിലേക്ക് വന്നിട്ടുണ്ട്? ഞാൻ മൂലം എത്ര പേർക്ക് രക്ഷ കൊടുത്തിട്ടുണ്ട്? രക്ഷയുടെ ആത്മാവിനെ അവർക്ക് പ്രാപിക്കാൻ എത്ര പാടാണ്. ഒരു പാടുമില്ല. ക്രിസ്തു എല്ലാം ചെയ്തു വെച്ചിരിക്കുകയല്ലേ. പിന്നെ നമ്മൾ ഓരോ നിയമങ്ങൾ പറഞ്ഞ് പഴയ നിയമത്തിൽ ഇതിന് അപ്ലൈ ചെയ്യത്തില്ല, പുതിയ നിയമത്തിൽ അപ്ലൈ, ഇതൊക്കെ പറഞ്ഞ് ആത്മാവിന് വിഘടമായിട്ട് നിൽക്കാതെ പരിശുദ്ധാത്മാവിൻ്റെ ശ്രദ്ധയേറിയ ശബ്ദം കേട്ടിട്ട് അതനുസരിച്ച് ജീവിക്കണമെങ്കിൽ വചനത്തിൽ നമ്മൾ മെച്വറാകണം. ഇത് എല്ലാ പ്രായക്കാരോടും ചെയ്യാൻ പറയത്തില്ല. ഇപ്പം 10, 20, 30 വയസ്സുള്ളവരോട് ഞാനിതൊന്നും പറയൂല. കാരണം അവർക്കത് ചെയ്യാൻ അറിയത്തില്ല എങ്കിൽ അവർ ആരെങ്കിലും വിളിപ്പിച്ച് പുരോഹിതന്മാരെ വിളിച്ച് ചെയ്യിപ്പിക്കുക, അത് കുഴപ്പമില്ല. പക്ഷേ പരിശുദ്ധാത്മാവിൻ്റെ നിയോഗം വരുമ്പോൾ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൽ അത് ചെയ്യണമെങ്കിൽ എൻ്റെ പ്രാർത്ഥന ധൂപകലശത്തിൽ ചെല്ലുവാൻ തക്കവണ്ണം തീക്ഷ്ണമായ പ്രാർത്ഥനയാണ് അയക്കുന്നത് എങ്കിൽ ഏത് വിധത്തിലിരുന്ന് ആത്മാവ് പ്രാർത്ഥിക്കാൻ പറയുന്നു ചെയ്യുക. ദൈവത്തിൻ്റെ മുമ്പിൽ അനുസരണത്തിന് പ്രാധാന്യമുണ്ട്. നീ ഒരു ധൂപപീഠമായിട്ട് മാറുമോ? ദൈവത്തിൻ്റെ മുമ്പിൽ സദാസമയം പ്രാർത്ഥന അയച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രാർത്ഥന സ്വർഗത്തിലെ സ്വർണ്ണ കലശത്തിൽ കയറി ചെല്ലുമോ? നമ്മൾ അയക്കുന്ന പ്രാർത്ഥന ആത്മാവിനാണ് ചെയ്യുന്നത് എങ്കിൽ ധൂപകലശത്തിൽ നിന്ന് പുക പോലെ സ്വർഗത്തിൽ കയറി ചെല്ലുമെന്ന്. പുകയുടെ ഗുണം ധൂപകൃത്ത് അതേലെ കുന്തിരിക്കെട്ട് കത്തിക്കുമ്പോഴെന്താ നമ്മൾ കാണുന്നത്? ആ പുക ഒരിക്കലും താഴോട്ട് പോകുന്നത് ഞാൻ കണ്ടിട്ടില്ല. അതെപ്പോഴും മുകളിലോട്ടാണ് പോകുന്നത്. നമ്മളും അങ്ങനെയല്ലേ? നമ്മൾ അയക്കുന്ന പ്രാർത്ഥനകൾ, നമ്മളെ അമ്മമാർ, നമ്മളത് സ്ത്രീയാണ് ഒരു കുടുംബത്തിൻ്റെ വിളക്ക്. ആ വിളക്ക് കത്തിയില്ലെങ്കിൽ എന്നെ പ്രയോജനം? നമ്മൾ കത്തിക്കണം എന്ന് ദൈവത്തിന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ മാമൂലും അതും ഇതും പറഞ്ഞുകൊണ്ടിരുന്ന് വെറുതെ സമയം കളയാതെ ആത്മാവിൻ്റെ തീഷ്ണതയിലോട്ട് കയറി വന്നിട്ട് കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടിയുള്ള ചുമതല സ്ത്രീകളുടെ മേൽ വെച്ചിട്ടുണ്ട്. സ്ത്രീയുടെ കയ്യിലാണ് കർത്താവ് ദണ്ണിപ്പോൾ ഏൽപ്പിക്കുന്നത്. എന്താണ് സംഭവിക്കുന്നത്? എസ്തറിൻ്റെ ബുക്കിൽ നമ്മൾ വായിക്കുന്നില്ലേ? സ്ത്രീ അവൾ 3 ദിവസം ഉപവസിച്ച് കഴിഞ്ഞ് രാജാവിൽ നിന്ന് അധികാരം വാങ്ങിക്കണമല്ലോ. രാജാവിൽ നിന്നൊരു ഒരു രേഖ കിട്ടുന്നിടം വരെ ഒന്നും ചെയ്യാനൊക്കില്ല. ഗോഡ് യൂസ്ഡ് എ വുമൺ. എസ്തറിനെ മുമ്പിൽ കൊണ്ടുവന്ന് രാജ്ഞിയുടെ വസ്ത്രം എടുത്തുകൊണ്ടാണ് അവൾ വന്നു ചെയ്യുന്നത്. അവൾക്കറിയാം ഇന്ന് ഈ രാജദണ്ഡ് നീട്ടുന്നില്ലെങ്കിൽ അവളെ തല പോകും. അതുപോലെയല്ലേ നമ്മളാരെങ്കിലും ഒരാൾ ഉറച്ചു നിന്നില്ലെങ്കിൽ കുടുംബത്തിൽ അടുത്ത തലമുറകൾ നശിച്ചു പോകും. എഴുന്നേക്ക്. യെശയ്യാ 32 പറയുന്ന പോലെ പിന്നെ രട്ടുടുത്തിട്ട് നിങ്ങൾ ഉല്ലസിത നഗരമായിട്ട് നാശത്തിലേക്ക് പോകുന്നത് കണ്ടിട്ട് അടങ്ങിയിരിക്കാതെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ തുടങ്ങുവേൻ. ഉപവസത്തോട് പ്രാർത്ഥിക്കുകയും നിങ്ങൾ ദൈവസന്നിധിയിൽ ഉത്തരം കിട്ടുന്നിടം വരെ പ്രാർത്ഥിപ്പീൻ. നമ്മുടെ പ്രാർത്ഥന ധൂപകലശത്തിൽ സുഗന്ധ തൈലം പോലെ അല്ലെങ്കിൽ സുഗന്ധ ധൂപമായിട്ട് സ്വർഗത്തിൽ കടന്നു ചെല്ലട്ടെ. അതാണ് പറയുന്നത്, എൻ്റെ പ്രാർത്ഥന എന്ന ധൂപവർഗം നിറഞ്ഞ പൊൻകലശവും പിടിച്ചുകൊണ്ട് കുഞ്ഞാടിന് മുമ്പായി വിശുദ്ധന്മാർ അവിടെ അവർക്ക് ഏറ്റവും പ്രധാനം നമ്മുടെ പ്രാർത്ഥനയുടെ ധൂപമാണ്. അവിടെ കത്തിക്കൊണ്ടിരിക്കുന്നതിനകത്ത് നമ്മുടെ പ്രാർത്ഥനയാണ് ഇന്ധനമായിട്ട് ചെല്ലേണ്ടത്. ആരുടെ ഹൃദയം തുറക്കുന്നു എന്ന് എനിക്കറിഞ്ഞുകൂടാ. പക്ഷെ കർത്താവ് ആരുടെയൊക്കെയോ തീഷ്ണതയെ പൊക്കിക്കൊണ്ടുവരുന്നുണ്ട്. പ്ലീസ് അണ്ടർസ്റ്റാൻഡ്. കുടുംബം നശിച്ചു പോകുന്നതിന് പുറത്തൊന്നോട് ഒരാളെ കൊണ്ടുവന്ന് പ്രാർത്ഥിപ്പിക്കുന്നതിന് ചിലവുണ്ട്. അതിന് പലപ്പോഴും വീട്ടുകാർ സമ്മതിക്കണമെന്നില്ല. പക്ഷെ നിങ്ങളുടെ കയ്യിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഉദരത്തിൽ നമ്മളെ നിറച്ചിരിക്കുന്ന കർത്താവിൻ്റെ വചനം കൊണ്ട് നിറച്ചിട്ട് ദൈവം എന്താ പറയുന്നതെന്ന് വെച്ചാൽ അത് ചെയ്തെടുക്കുവിൻ. ഒരു തലമുറ നശിച്ചു പോകാൻ നമ്മുടെ ഉദാസീനത ഇടയാക്കരുത്. തീഷ്ണമായിട്ട് എന്നോട് കർത്താവ് ഇങ്ങനെ തന്നെയാണ് പറഞ്ഞത്, കുറേ ആബിഗേലിനെ നീ ഉണ്ടാക്കിയെന്ന് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞാൽ അതിപ്പം വീണ്ടും എൻ്റെ മനസ്സിൽ വരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നാഥാ, നിൻ്റെ സന്നിധിയിലേക്ക് പ്രാർത്ഥന അയക്കുമ്പം ഇടപെടാതെ ധൂപകലശത്തിൽ അഹറോനെ കൊണ്ട് ദൈവമേ ധൂപവർഗം ഇട്ടിട്ട് അത് രാവും പകലും കത്തിച്ചു കൊണ്ടിരുന്ന് സ്വർഗത്തിൻ്റെ മനോഹരത്വം ആലയം മുഴുവൻ നിറഞ്ഞതുപോലെ ഞങ്ങളുടെ ഭവനങ്ങളിൽ, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ, ഞങ്ങളുടെ മക്കളിലെ, മരുമക്കളിലെ, ഭർത്താക്കന്മാരിലെ, കൊച്ചുമക്കളിൽ നിറയ്ക്കാൻ നിനക്ക് മാത്രമേ ഒക്കത്തുള്ളൂ. പക്ഷെ ഞങ്ങൾ പ്രാർത്ഥനയുടെ ഉദാസീനത മൂലം കർത്താവേ ഇത് സംഭവിക്കല്ലേ. അതുകൊണ്ട് ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാനുള്ള തീഷ്ണത ഇട്ട് തരണം. ഓരോരുത്തർ തീഷ്ണതയില്ലാത്ത ഒരു സ്ത്രീകൾ ഒന്നും നേടുന്നില്ല. വേദപുസ്തകത്തിൽ ആരൊക്കെ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം തീഷ്ണതയുള്ള ഹൃദയം.
തീഷ്ണതയുള്ള സ്ത്രീകളെ പുറമേ കാണുന്നുണ്ട് കർത്താവെ. അതുകൊണ്ട് കർത്താവിൻ്റെ ആത്മാവ് മരിച്ചു കിടക്കുന്ന വ്രതന്മാർ, അതുപോലെ കർത്താവ് ഉണങ്ങിക്കിടക്കുന്ന അസ്ഥികൾ, വേർവിട്ട് കിടക്കുന്ന മക്കൾ എല്ലാം തിരിച്ചു വരാൻ തക്കണം നിൻ്റെ ആത്മാവിനെ അയക്കുന്നു. കണ്ടുപിടിച്ച് എല്ലാത്തിനും ഒന്നിച്ചാക്കാൻ നിനക്ക് മാത്രമേ പുതിയ കാറ്റയക്കുക. പക്ഷേ വടക്കിനോട് തടുത്ത് വെക്കല് തെക്കിനോട് കൊടുക്കുക എന്ന് പറയുന്ന വചനം അയച്ചിട്ട് നിൻ്റെ പരിശുദ്ധാത്മാ പ്രവർത്തിക്കുന്ന കർത്താവ്, എത്ര ദൂരം മാറി നിൽക്കുന്നവരെ ഒന്നിച്ചാക്കാൻ നിനക്ക് കഴിയും. നിൻ്റെ ശക്തമായ വചനം കടന്നു ചെന്നിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് അസ്ഥിയോട് ചേരാൻ തക്കവണ്ണം അസ്ഥികൾ ചേർന്ന് കഴിയുമ്പോൾ അതിന്മേൽ തൊക്ക് പിടിച്ചിട്ട് അതിന്മേൽ ശ്വാസമൂതി കഴിയുമ്പോൾ അവരൊരു സൈന്യമായിട്ട് ഉണരുമെന്നാണ് നീ എസെക്കിയേലിൽ കർത്താവെ 47-ാം അധ്യായത്തിൽ പറയുന്നത്. അങ്ങനെ അല്ല 37-ാം അധ്യായത്തിൽ നീ പറയുന്നത്. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ അപ്പച്ച. നാഥൻ അത് ചെയ്യുന്നതിനാൽ സ്തോത്രം. പ്രാർത്ഥന കേട്ട് ഞങ്ങളുടെ കുടുംബങ്ങളെ തലമുറകളെ എല്ലാം ഒന്നിച്ചാക്കി ഏക ആത്മാവിലാക്കാൻ പരിശുദ്ധാത്മാവിന് മാത്രമേ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് ദൈവം തന്നിരിക്കുന്ന ജോലികൾ അബിഗേലിനെ പോലെ ശക്തമായ കുറേ സ്ത്രീകളെ ഉണ്ടാക്കിയെടുക്കാൻ അടിയന് തന്നിരിക്കുന്ന വചനങ്ങൾ പറഞ്ഞു കൊടുക്കുക അപ്പച്ച. അത് എത്ര പേരുടെ ഹൃദയത്തിൽ ചെന്ന് കൊള്ളുന്നില്ല. കൊള്ളുന്നവരുടെ ഹൃദയങ്ങൾ നന്ദിയുള്ളവരായിട്ട് കർത്താവേ അവർക്ക് ലഭിച്ചു എന്ന് പറയത്തക്കുള്ള സാക്ഷ്യങ്ങൾ കേൾക്കാൻ ഇടയാക്കട്ടെ അപ്പച്ച. നാഥൻ അത് ചെയ്യുന്നതിനാൽ സ്തോത്രം. ഓരോ വ്യക്തിയുടെയും ഹൃദയത്തിലിടുന്ന് തൊടുന്നതിന് സ്തോത്രം. പ്രാർത്ഥന കേട്ട് ഞങ്ങളെ ആത്മാവിൽ നിറച്ചതിന് നന്ദി. ജീവനുള്ള പരിശുദ്ധാത്മാവിനെ ഞങ്ങൾ വിളിച്ചു വരുത്തുന്നു. അത് ഞങ്ങളുടെ ഉള്ളിൽ തന്നിട്ട് പെന്തക്കോസ്ത് ദിവസം ഞങ്ങളുടെ ഉള്ളിലാണ്. ഒരിക്കലും അത് ഉപയോഗിക്കാതിരുന്ന് എന്ത് ചെയ്യും കർത്താവ്? പരിശുദ്ധാത്മാവിന് കൊടുക്കേണ്ട പ്രാധാന്യം കൊടുത്ത് എങ്ങനെ പ്രാർത്ഥിപ്പിക്കണമെന്ന് അവിടുന്ന് തരുമ്പോൾ അതേ അനുസരണത്തോടുകൂടി പ്രാർത്ഥിച്ചിട്ട് ജീവൻ്റെ ഉറവിടമായ ക്രിസ്തുവിലേക്ക് തലമുറകളെ കൊണ്ടുവരാൻ ഞങ്ങളെയും തലമുറകളെയും ഉപയോഗിക്കണമേ. അത് നാഥൻ്റെ സാന്നിധ്യമാണ് ഞങ്ങൾക്ക് ആവശ്യം. അപ്പം മുമ്പിൽ വെച്ചിരിക്കുന്ന വിളക്ക് കത്തിച്ചു തന്നെ ഇരിക്കട്ടെ അപ്പച്ച. ആ വിളക്ക് ഞങ്ങൾക്ക് മുൻപേ യാത്ര ചെയ്യട്ടെ കർത്താവേ. നീ അത് ചെയ്യുന്നതിനാൽ സ്തോത്രം. പ്രാർത്ഥനയുടെ ഉത്തരം തന്നതിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ.